രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസ് പോലീസ് കെട്ടിച്ചമച്ചതെന്ന് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യങ്ങൾ? ACJM കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യുന്നത് ഈ കേസിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ തീരുമാനം. എന്നാൽ ഇന്ന് വൈകിട്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ തന്റെ വീഡിയോയിൽ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ ചിത്രമോ പരാമർശിച്ചിട്ടില്ല, അത്തരം വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത് പരിശോധിക്കാൻ വേണ്ടി ഈ കോടതി നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് നേരിട്ട് പരിശോധിക്കുന്ന നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യവും രാഹുൽ ഈശ്വർ ഈ ജാമ്യാപേക്ഷയിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വസ്തുതാപരമായ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് രാഹുൽ ഈശ്വർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നത്. നാളെയായിരിക്കും ഈ ഹർജി കോടതിയിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭിഭാഷകന്റെ തീരുമാനം. ഹൈക്കോടതി അഭിഭാഷകനായ അലക്സ് കെ ജോൺ ആണ് ഇപ്പോൾ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്.